Welcome back, my dear students. Today we are discussing the third unit from Honeycomb, Gopal and the Hilsa Fish. Have you ever read a comic book? A comic book contains stories told mainly through pictures. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹണികോംബിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ഗോപാൽ ആൻഡ് ദ ഹിൽസ ഫിഷ് ആണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കോമിക് ബുക്ക് വായിച്ചിട്ടുണ്ടോ? കോമിക് ബുക്ക് നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാകും അല്ലേ? മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒരുപാട് കോമിക് ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്താ കോമിക് ബുക്ക് എന്ന് പറഞ്ഞാൽ? എ കോമിക് ബുക്ക് കണ്ടെയ്ൻ സ്റ്റോറീസ് ടോൾഡ് മെയിൻലി ത്രൂ പിക്ചേഴ്സ്. പിക്ചേഴ്സിലൂടെ, ചിത്രങ്ങളിലൂടെ കഥകൾ പറയുന്ന ബുക്സിനെയാണ് കോമിക് ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? നിങ്ങൾ കോമിക് ബുക്ക് ഒരുപാട് നിങ്ങൾ വീക്ക്ലി ആയിട്ട് വരുന്ന ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഗോപാൽ ആൻഡ് ദ ഹിൽസ ഫിഷ് എന്നുള്ളത്. അപ്പോൾ കോമിക് ബുക്കിൽ എല്ലാ കാര്യങ്ങളും എഴുതൂല, പകരം പിക്ചറിലൂടെ കുറേ കാര്യങ്ങൾ റിപ്രസെൻ്റ് ചെയ്യും. നോക്കാം, ഇവിടെ നോക്കാം, നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫിഷർമെനെ കാണാം അല്ലേ? ഇറ്റ് വാസ് ദ സീസൺ ഫോർ ഹിൽസ ഫിഷ്. ഫിഷർമെൻ കുഡ് തിങ്ക് ഓഫ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ് അല്ലേ? കുറേ ഫിഷർമെൻ റിവറിലാണെന്ന് തോന്നുന്നില്ലേ, അവരെല്ലാവരും എന്താണ് ഫിഷിങ് ചെയ്യുന്നതല്ല, മീൻ പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇറ്റ് വാസ് ദ സീസൺ ഫോർ ഹിൽസ ഫിഷ്. ഇതെന്താണ്? അത് ഹിൽസ ഫിഷിൻ്റെ സീസൺ ആയിരുന്നു. ഓക്കെ, ഹിൽസ എന്ന് പറയുമ്പോൾ നോർത്തിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മീനാണ്, നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് ദ സീസൺ ഫോർ ഹിൽസ ഫിഷ്. ഫിഷർമാൻ കുഡ് തിങ്ക് ഓഫ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ്. ഇത് ഹിൽസ ഫിഷിൻ്റെ സീസൺ ആയിരുന്നു. ഓക്കെ, അതെന്തായിരുന്നു? ഹിൽസ ഫിഷിൻ്റെ സീസൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫിഷർമെൻ കുഡ് തിങ്ക് ഓഫ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ്. ഫിഷർമെനൊക്കെ, മീൻപിടുത്തക്കാർക്കൊക്കെ അല്ലെ, ഫിഷർമെൻ എന്നാണ് അല്ലേ, മീൻപിടുത്തക്കാർക്കൊക്കെ എന്താണ്, എന്തിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ? ഹിൽസ ഫിഷിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ആ എക്സ്പ്രഷൻ ശ്രദ്ധിക്കാം. ഫിഷർമെൻ കുഡ് തിങ്ക് ഓഫ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ്. ഫിഷർമെനെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സാധിക്കില്ലായിരുന്നു. ബട്ട് ഹിൽസ ഫിഷ്, പക്ഷേ ഹിൽസ ഫിഷിനെ കുറിച്ച് മാത്രമായിരുന്നു. എന്താ കാരണം? അത് ഹിൽസ ഫിഷിൻ്റെ സീസണാണ്. എല്ലാവർക്കും ആ ഒരു ചിന്ത മാത്രം. ഓക്കെ, ഫിഷർമെന്നിന് എല്ലാവർക്കും, മീൻപിടുത്തക്കാർക്കൊക്കെ എന്താണ്, അതിൻ്റെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ബ്യൂട്ടിഫുൾ പിക്ചർ കാണാം അല്ലേ? അവിടെ ഒരു ബോട്ടിലിരുന്നിട്ട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് അല്ലേ? ഒരു തോണിയിലിരുന്നിട്ട് ആളുകൾ മീൻ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? ഫിഷ് മോങ്കേഴ്സ് സോൾഡ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ്. ഫിഷ് മോങ്കേഴ്സ് എന്താ? ഫിഷ് മോങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിഷ് സെല്ലേഴ്സ് അല്ലേ? ഇത് വിൽക്കുന്ന ആളുകൾ, മീൻ വിൽക്കുന്ന ആളുകൾ. ഓക്കെ, ഫിഷർമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ പിടിക്കുന്ന ആളുകളാണ്. ഫിഷ് മോങ്കേഴ്സ് എന്ന് പറഞ്ഞാലോ മീൻ വിൽക്കുന്ന ആളുകളാണ്. ഫിഷ് മോങ്കേഴ്സ് സോൾഡ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ്. അവരെന്ത് മാത്രമേ വിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ? ഹിൽസ ഫിഷ് മാത്രം. വേറെ ഒരു ഫിഷിനും എന്താണ് അവർക്ക് വിൽക്കുന്നില്ല, പകരം ഹിൽസ ഫിഷ് മാത്രം. അത്രത്തോളം ഹിൽസ ഫിഷ് ആണ് അവർക്ക് കിട്ടുന്നത്. സീസണാണ് അല്ലെ? ഒരു സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻലി ആ ഒരു ഫിഷ് മാത്രമാണ് കാര്യമായിട്ട് കിട്ടുന്നത്. കം ബൈ, ദ പ്രൈസ് ഓഫ് ഹിൽസ ഈസ് ഡൗൺ ടുഡേ. എന്താണ് ഒരു ഫിഷ് മോങ്കർ ഇങ്ങനെ വിളിച്ച് പറയുന്നില്ല? ഒരു സ്പീച്ച് ബബിൾ നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ ആരോ എങ്ങോട്ടോ പോയിട്ടുള്ളത് ഒരു ഫിഷ് മോങ്കർ അടുത്തേക്ക്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അയാളാണ് സംസാരിക്കുന്നത് അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു മാർക്കറ്റാണ് കാണുന്നത്, ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു ഫിഷ് മോങ്കർ വിളിച്ച് പറയുകയാണെന്ത്, നിങ്ങൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ആൾ വിളിച്ച് പറയുന്നത്. കം ബൈ, ദ പ്രൈസ് ഓഫ് ഹിൽസ ഈസ് ഡൗൺ ടുഡേ. വരൂ, ഒന്ന് വാങ്ങിക്കൂ, ഇന്നെന്താണ് ഹിൽസയുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, വില കുറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വാങ്ങിക്കൂ, നല്ല വൻപിച്ച വിലക്കുറവ് എന്നൊക്കെ നിങ്ങൾ കാണാം അല്ലേ? അങ്ങനെ പറയണം, ഇയാൾ വിളിച്ച് പറയണം. ഓക്കെ, ഇനി അടുത്ത പിക്ചറിൽ എന്താണ്? ഹൗസ് ഹോൾഡേഴ്സ് കുഡ് ടോക്ക് ഓഫ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ് അല്ലേ? വീട്ടുകാരൊക്കെ എന്താണ്, വീട്ടിലുള്ളവർ തമ്മിൽ പരസ്പരം പറയുന്നത് എന്താണ്? അവരൊക്കെ ഹിൽസ ഫിഷിനെ കുറിച്ച് മാത്രമാണ് അല്ലേ? ഇവിടെയൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക, ആ എക്സ്പ്രഷൻ ഫിഷ് മോങ്കേഴ്സ് സോൾഡ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ് അല്ലേ? ഫിഷ് മോങ്കേഴ്സ് ഒന്നും വിൽക്കുന്നില്ല, പക്ഷേ ഹിൽസ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിൽസ ഫിഷ് മാത്രമേ അവർ വിൽക്കുന്നുള്ളൂ. പിന്നെ ഹൗസ് ഹോൾഡേഴ്സ് കുഡ് ടോക്ക് ഓഫ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ്. ഹൗസ് ഹോൾഡേഴ്സ് എന്താണ്, ഒന്നിനെക്കുറിച്ചും സംസാരിക്കുന്നില്ല. ബട്ട് ഹിൽസ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിൽസ ഫിഷിനെ കുറിച്ച്. അതായത് അവർ കാര്യമായിട്ട് സംസാരിക്കുന്നത് ഹിൽസ ഫിഷിനെ കുറിച്ചാണ്. ഫിഷ് മോങ്കേഴ്സ് വിൽക്കുന്നത് ഹിൽസ ഫിഷാണ്. അതുപോലെ ഫിഷർമെൻ, അവരുടെ സംസാരവും അവരുടെ ചിന്തയും ഒക്കെ എന്താണ്? ഹിൽസ ഫിഷിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള സംസാരം നോക്കാം. ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദാറ്റ് ഹിൽസ? യു വോണ്ട് ബിലീവ് ഇറ്റ് ഇഫ് ഐ ടോൾഡ് യു. എന്താ അവർ സംസാരിക്കുന്നത്?
ഇന്ന് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അല്ലേ? ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദാറ്റ് ഹിൽസ്? ആ ഹിൽസൊക്കെ നിങ്ങൾ എത്ര കൊടുത്തു എന്ന് വീട്ടിലുള്ള സ്ത്രീ ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ ആളെന്താ പറയുന്നത്? യു വുഡൻറ്റ് ബിലീവ് ഇറ്റ് ഇഫ് ഐ ടോൾഡ് യു. ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അതായത് അത്രയും വില കുറഞ്ഞിട്ടാണ് അയാൾ വാങ്ങിച്ചിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിലും നാട്ടിലുമൊക്കെ സംസാരം ഇത് തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം. ആൻഡ് ഇൻ ദ പാലസ് ടു കോർട്ടിയേഴ്സ് കുഡ് ഡിസ്കസ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ്. എന്നാൽ ഇനി കൊട്ടാരത്തിലേക്ക് വന്നാലോ? കൊട്ടാരത്തിലും അവിടെയും കോർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മെമ്പർ ഓഫ് ദ കോർട്ട്, അതായത് ആ രാജസദസ്സിലുള്ള അംഗങ്ങൾ, അവരെയാണ് കോർട്ടിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോർട്ടിയേഴ്സും അവരുടെ എന്തിനെക്കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? ഹിൽസ ഫിഷിനെ കുറിച്ച് അല്ലേ? പാലസിൽ വരെ എന്താണ്? കോർട്ടിയേഴ്സ് കുഡ് ഡിസ്കസ് നത്തിങ് ബട്ട് ഹിൽസ ഫിഷ് അല്ലേ? കോർട്ടിയേഴ്സ് ഒന്നിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ അവർ എന്തിനെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്തയും? വേറെ ഒന്നുമല്ല, അവരുടെ ചിന്തയും എന്ത് തന്നെയാണ്? ഹിൽസ ഫിഷ്. ഓക്കെ, യുവർ മാജസ്റ്റി, യു ഷുഡ് ഹാവ് സീൻ ദ ഹ്യൂജ് ഹിൽസ ഐ കോട്ട്. ഇറ്റ് വാസ് അല്ലേ? ഒരു കോർട്ടിയർ ഇങ്ങനെ പറയുകയാണെന്ന്, യുവർ മാജസ്റ്റി അല്ലേ? രാജാവിനൊക്കെ രാജാവിനോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനത്തിലാണ് സംസാരിക്കുക. അപ്പോൾ അവരോട് നമ്മളെന്താണ് മലയാളത്തിൽ നമ്മൾ അങ്ങുന്നേ തിരുമേനി എന്നൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷിലുള്ള ഒരു യൂസേജ് ആണെന്ത്? യുവർ മാജസ്റ്റി, യു ഷുഡ് ഹാവ് സീൻ ദ ഹ്യൂജ് ഹിൽസ ഐ കോട്ട്. ഇറ്റ് വാസ് അങ്ങുന്നേ അല്ലെങ്കിൽ തിരുമേനി, ഞാൻ ഇന്ന് പിടിച്ചിട്ടുള്ള ആ ഒരു ഹിൽസ ഫിഷ് അത് നിങ്ങൾ കാണേണ്ടതാണല്ലേ? അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയായിരുന്നു. ഓക്കെ, കോർട്ടിലെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് രാജാവിനെ കാണാം. രാജാവിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ് അയാളുടെ മുഖത്തുള്ളൊരു ഭാവം എന്താണ് കാണുന്നത്? ഈസ് ആംഗ്രി അല്ലേ? അദ്ദേഹം വളരെയധികം ദേഷ്യം പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അയാൾ പറയുന്നത് എന്താണ്? സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത്. രാജാവ് ദേഷ്യം പിടിച്ച് അവിടെ അടിക്കുന്നൊക്കെ കാണാം അല്ലേ? അപ്പോൾ പിക്ചർ സ്റ്റോറി ആയതുകൊണ്ട് അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാകും അല്ലേ? കോമിക്കാണ്. അപ്പോൾ അയാൾ അവിടെ അടിക്കുകയാണ്. ഓക്കെ, അടിച്ചിട്ട് ദേഷ്യത്തോടു കൂടി പറയുന്നത് സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത്, എന്ത് ഈ സംസാരം നിർത്ത് എന്ന് പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ആർ യു എ കോർട്ടിയർ ഓർ എ ഫിഷർമാൻ? അയാളോട് ചോദിക്കുകയാണെന്ത്? നീ ഒരു കോർട്ടിയർ ആണോ, അല്ലെ രാജ്യസഭാംഗമാണോ, അല്ലെങ്കിലോ ഓർ എ ഫിഷർമാൻ, അതൊരു മീൻകാരനാണോ അല്ലെ? മീൻ പിടുത്തക്കാരനാണോ, മീൻ പിടിക്കുന്ന ആളാണോ, ഒരു മുക്കുവനാണോ എന്ന് ചോദിക്കുകയാണ്. അതായത് മീൻ പിടിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. എല്ലാവരും ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. അതിപ്പോൾ രാജസദസ്സിലും ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ രാജാവിന് ദേഷ്യം പിടിച്ചു. The courtier fell silent with downcast eyes. The king felt guilty. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജാവ് പെട്ടെന്ന് ദേഷ്യം പിടിച്ചത് കണ്ടപ്പോൾ ആ കോർട്ടിയർക്ക് സംസാരിച്ച കോർട്ടിയറിന് എന്താണ്? അയാൾക്ക് വിഷമായി അല്ലേ? അദ്ദേഹം എന്താണ്? അയാൾ തല താഴ്ത്തി, താഴോട്ട് നോക്കില്ല, തല താഴ്ത്തിയിരുന്നു. അയാൾ സംസാരം നിർത്തിയിട്ട് തല താഴ്ത്തിയിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ രാജാവിന് എന്താണ്? വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അല്ലേ? രാജാവിനും പെരുമാറിയത് കുറച്ച് മോശമായി എന്ന് തോന്നി. അപ്പോൾ രാജാവ് പറയാണ്, ഐ എം സോറി, ഐ ലോസ്റ്റ് മൈ ടെമ്പർ. ഇറ്റ് ഈസ് എ സീസൺ ഫോർ ഹിൽസ ഫിഷ് ആൻഡ് നോ വൺ. ഓക്കെ, അപ്പോൾ അയാൾ പറയണത് ഐ എം സോറി, എന്നോട് ക്ഷമിക്കണല്ലേ? എല്ലാവരും കാണാം, എല്ലാ കോർട്ടിയേഴ്സും എന്താണ് തലയും താഴ്ത്തി നിൽക്കുകയാണ്. അവർക്കൊക്കെ വിഷമായി അല്ലേ? രാജാവ് പെട്ടെന്ന് ദേഷ്യം പിടിച്ചപ്പോൾ രാജാവ് പറയണത് എനിക്ക് ദേഷ്യം പിടിച്ചു, സോറി, ക്ഷമിക്കണം. അതിനുള്ള കാരണം, എൻ്റെ ടെമ്പർ തെറ്റാനുള്ള കാരണം എന്താണ്? ഇത് ഹിൽസ ഫിഷ് ആണെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ ഒരാൾക്കും, നോട്ട് ഈവൻ ഗോപാൽ ക്യാൻ സ്റ്റോപ്പ് എനി വൺ ഫ്രം ടോക്കിംഗ് അബൌട്ട് ഹിൽസ ഫിഷ്, നോട്ട് ഈവൻ ഫോർ 5 minutes എന്ന് രാജാവ് പറയുന്നത്. രാജാവിന് ദേഷ്യം വന്നതിൽ ക്ഷമാപണമൊക്കെ നടത്തിയിട്ട് എന്നിട്ട് പറയണത് ഹിൽസ ഫിഷിൻ്റെ സീസണാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഒരാൾ പോലും, നോട്ട് ഈവൻ ഗോപാൽ ക്യാൻ സ്റ്റോപ്പ് എനി വൺ ഫ്രം ടോക്കിംഗ് അബൌട്ട് ഹിൽസ ഫിഷ്. ഗോപാലിന് പോലും, ഓക്കെ, ഗോപാലിന് പോലും എന്ന് പറഞ്ഞാൽ ഗോപാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും അല്ലേ? അപ്പോൾ ഗോപാലിന് പോലും എന്താണ്? ഹിൽസ ഫിഷിൽ നിന്ന്, അതിൻ്റെ സംസാരത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. എന്താണ് ഈ നോട്ട് ഈവൻ ഫോർ 5 minutes, എത്ര പോലും 5 minutes പോലും അല്ലേ, 5 minutes പോലും ആളുകളെ സംസാരം ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ലല്ലോ അല്ലേ? എന്ത് സംഭവിച്ചു, എന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു ഇതാണ്, അതിലാണ് എനിക്ക് ദേഷ്യം വന്നത് എന്ന് രാജാവ് പറയാണ്. ഓക്കെ, അപ്പോൾ ഈ ഗോപാൽ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ തെനാലിരാമനെ പോലെയൊക്കെ ഉള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ അക്ബറുടെ സദസ്സിലെ ബീർബലെ പോലെയൊക്കെയുള്ള ഒരാളായിരിക്കും അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് രാജാവ് പറയാണ്. അപ്പോൾ ഗോപാൽ പറയുകയാണല്ലേ, ഗോപാലിനെ നിങ്ങൾക്ക് കാണാം. ഓ ഐ തിങ്ക് ഐ കുഡ് യുവർ മാജസ്റ്റി, ഓ ഐ തിങ്ക് ഐ കുഡ് യുവർ മാജസ്റ്റി. അപ്പോൾ രാജാവിനോട് പറയണം, തിരുമേനി എനിക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ്. അപ്പോൾ രാജാവ് പറയാം, then let me see you buy a huge hilsa and bring it to the palace without anyone asking you a word about it.
ഓക്കെ, അവിടെ ഹിൽസാ ഫിഷിൻ്റെ സീസണാണ്, എല്ലാവരും അത് കണ്ട എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലെറ്റ് മീ സീ, നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം എന്താണ് കാണേണ്ടത്. നിങ്ങളൊരു ഹ്യൂജ് ഹിൽസാ ഫിഷിനെ വാങ്ങിയിട്ട്, വലിയ ഒരു ഹിൽസാ ഫിഷിനെ വാങ്ങിയിട്ട് അതിനെയും എടുത്തുകൊണ്ട് നിങ്ങൾ പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് വരണം. എങ്ങനെ? വിത്തൗട്ട് എനി വൺ ആസ്കിങ് യു എ വേർഡ് അബൌട്ട് ഇറ്റ്. ഒരാൾ പോലും നിങ്ങളോട് ആ ഹിൽസാ ഫിഷിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. വേറെ എന്തോ ആയിക്കോട്ടെ, ഹിൽസാ ഫിഷിനെ കുറിച്ച് ഒരാൾ പോലും നിങ്ങളോട് സംസാരിക്കാൻ പാടില്ല. നിങ്ങളൊരു വലിയ ഹിൽസാ ഫിഷിനെയും വാങ്ങിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരണം. അതിന് സാധിക്കുമോ എന്നല്ലേ രാജാവിൻ്റെ ചാലഞ്ചാണല്ലേ. ഐ അക്സെപ്റ്റ് ദ ചാലഞ്ച് യുവർ മാജസ്റ്റി. അപ്പോൾ ഗോപാല പറയാണ് എന്താണ്, ഞാൻ നിങ്ങളുടെ ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ സ്വീകരിച്ചു, വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം. അതായത് പാലസിലേക്ക് ഹിൽസാ ഫിഷിനെ കൊണ്ടുവരണം, പക്ഷെ ഒരാൾ പോലും, ഒരക്ഷരം പോലും, ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? ദെൻ എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അപ്പോൾ അന്ന് തന്നെയല്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ പിക്ചറിൽ കാണുന്നത്? ഗോപാല ഹാഫ് ഷേവ് ചെയ്ത് അല്ലേ, ഫേസിൻ്റെ പകുതി ഭാഗം, മുഖത്തിൻ്റെ പകുതി ഭാഗം ഷേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈഫാണ് അല്ലേ, വൈഫ് ചോദിക്കുകയാണ്, വൈ ഈസ് യുവർ ഫേസ് ഹാഫ് ഷേവൺ? എന്താണ് നിങ്ങൾ പകുതി മാത്രം ഷേവ് ചെയ്തിട്ടുള്ളത്? മുഖത്തിൻ്റെ പകുതി മാത്രം നിങ്ങൾ എന്താണ് ഷേവ് ചെയ്തിട്ടുള്ളത്? ഐ എം ഡ്രസ്സിങ് അപ്പ് ടു ബൈ എ ഫിഷ്. അപ്പോൾ അയാൾ പറയണത്, ഞാൻ ഒരു ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യാണ് എന്ന് പറയാണ് അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണോ? നിങ്ങളെ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ഹാഫ് ഷേവ് ചെയ്തിട്ടാണോ ഫിഷ് വാങ്ങിക്കാൻ പോവാ? അല്ല അല്ലേ. അപ്പോൾ എന്താണ് ഇയാൾക്ക് പറ്റിയതല്ലേ? വൈഫിനാകെ കൺഫ്യൂസ്ഡായി. വാട്ട് ഇസ് ദ മാറ്റർ വിത്ത് യു? വൈ ആർ യു സ്മിയറിങ് യുവർ സെൽഫ് വിത്ത് ആഷ്? എന്താ നിങ്ങളുടെ പ്രശ്നം? ആരോട് ചോദിക്കുകയാണ് അല്ലേ, ഗോപാലനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്താണ് ആഷ് പുരട്ടുന്നത് അല്ലേ, ശരീരത്തിലേക്ക് എന്താണ് ആഷ് വിതറുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരീരത്തിലെല്ലാം ഇയാളെന്താണ് ആഷ്, വെണ്ണീര് അല്ലേ, ആഷ് വെണ്ണീര് എന്ത് ചെയ്യാണ് ശരീരത്തിലൊക്കെ വിതറാണ്. ഐ ടോൾഡ് യു ഐ എം ഡ്രസ്സിങ് അപ്പ് ടു ബൈ എ ഹിൽസാ ഫിഷ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഡ്രസ്സ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്? ഞാൻ ഹിൽസാ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഒരു ഹിൽസാ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, അതിൻ്റെ ഒരുക്കത്തിലാണ് ഞാൻ എന്ന് പറയണം. അതിന് വേണ്ടിയിട്ടാണ് എന്തായത് ഹാഫ് ഷേവ് ചെയ്തു, പിന്നെ ശരീരത്തിലൊക്കെ ആഷ് വിതറി, ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. പിന്നെ അടുത്ത പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അല്ലേ, അയാൾ ഡ്രസ്സ് നോക്കും അല്ലേ. ഗോപാൽ എന്നുള്ളത് ഒരു കോർട്ടിയറാണ്. ഒരു കോർട്ടിയർക്ക് ചേർന്ന വേഷമാണോ അത്? അല്ല, ഒരു ബെഗറുടെ വേഷമാണ് അല്ലേ. ചെറിയ ഷർട്ടും അതുപോലെ ട്രൗസറൊക്കെ ഇട്ടിട്ട് ആൾ പോവാണ്. Listen to me, please. You can't possibly go out in those disgraceful rags. What are you up to? അല്ലേ, ഈ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട്, ഈ കീറി പറഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്. വൈഫ് പറയാണ്, പക്ഷേ ഇതൊന്നും എന്താണ് അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ പറയുന്നത്, ഹൗ മെനി ടൈംസ് മസ്റ്റ് ഐ ടെൽ യു വുമൻ ഐ എം ഔട്ട് ടു ബൈ എ ഹ്യൂജ് ഹിൽസാ ഫിഷ്? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു? സ്ത്രീ അല്ലേ, ഭാര്യയോട് പറയാണ്, എത്ര തവണയായി ഞാൻ നിന്നോട് പറയുന്നത് ഞാൻ ഹിൽസാ ഫിഷ് വാങ്ങിക്കാൻ പോവുകയാണ് അല്ലേ. ഫേസ് ഹാഫ് ഷേവ് ചെയ്തിട്ട് ശരീരത്തിലൊക്കെ ആഷ് വിതറിയിട്ട് പിന്നെയോ ഈ കീറി പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഇറ്റ് ഈസ് ഹാപ്പൻ ടു ഹിം, ഹീ ഈസ് ഗോൺ മാഡ് അല്ലേ. ഇറ്റ് ഈസ് ഹാപ്പൻ ടു ഹിം, ഹീ ഈസ് ഗോൺ മാഡ്. അപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി എന്ത് ചെയ്യും, ഇയാൾക്ക് വട്ടായി അല്ലേ, ഹസ്ബൻഡിന് വട്ടായോ, എന്ത് വെച്ച് ഇയാൾക്ക് വട്ടായി അല്ലേ, അല്ലെങ്കിൽ ഈ കോലത്തിൽ പോവോ? ഇല്ല, പോവില്ല, അദ്ദേഹത്തിന് വട്ടായി എന്ന് ഭാര്യ ചിന്തിക്കുകയാണ്. ഗോപാൽ ബോട്ട് ദ ഹിൽസാ ഫിഷ് ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവാർഡ്സ് ദ പാലസ്. അങ്ങനെ ഗോപാൽ ഒരു ഹിൽസാ ഫിഷ് വാങ്ങി അല്ലേ. ഹിൽസാ ഫിഷ് വാങ്ങിയിട്ട് എവിടേക്ക് നടക്കുകയാണ്? കൊട്ടാരത്തിലേക്ക് നടത്തം ആരംഭിച്ചു അല്ലേ. ഈ കോലത്തിലാണ് നടക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം ഗോപാലിൻ്റെ കോലം. മദർ, look at that man, isn't he comical? അയാളെ നോക്ക് അല്ലേ. മദറിനോടൊരു കുട്ടി പറയുകയാണെന്ത്, മദർ അയാളെ നോക്കില്ലേ, എന്ത് തമാശയാണ്, എന്ത് രസകരമാണ് അയാളെ കാണാനല്ലേ, എന്ത് തമാശ എന്ന് പറഞ്ഞാൽ. നല്ല അയാൾ നിങ്ങൾ അങ്ങാടിയിലൂടെയും ഈ കോളത്തിൽ ഒരാൾ മീനും പിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിരിക്കും അല്ലേ, എല്ലാവരും അയാളെ ശ്രദ്ധിക്കും, എല്ലാവരും അയാളെ നോക്കും അല്ലേ, ഓരോ കമൻസ് പറയും. അതുപോലെ ഒരു കുട്ടി പറയാണല്ലേ, മദർ ലുക്ക് അറ്റ് ദാറ്റ് മാൻ, isn't he comical? അപ്പോൾ അടുത്ത വേറെ ആളുകൾ പറയണത്, he must be a madman അല്ലേ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഭ്രാന്തനായിരിക്കാം അല്ലേ. ഒരാൾ പറയണം അദ്ദേഹത്തിന് ഭ്രാന്തായിരിക്കാം അല്ലെങ്കിൽ വട്ടായിരിക്കാം. ഐ തിങ്ക് ഹീ ഈസ് എ മിസ്റ്റിക്. അപ്പോൾ മറ്റാൾ പറയണത്, ഹേയ് ഉണ്ടാതിരിക്കേ, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം എന്തോ ഒരു നിഗൂഢത നിറഞ്ഞ ആളാണ് എന്നാണ് അല്ലേ, എന്തെങ്കിലും നിഗൂഢതകൾ അയാൾ പിന്നിലുണ്ടാകും എന്നാണ് മറ്റൊരാൾ പറയുന്നത്. വെൻ ഗോപാൽ റീച്ച്ഡ് ദ കോർട്ട്, വാട്ട് ഡു യു വാണ്ട്?
ഐ വാണ്ട് ടു സീ ദ കിങ്. അങ്ങനെ രാജാവ് കോർട്ടിലെത്തിയില്ലേ. കോർട്ടിലെത്തിയപ്പോൾ അവിടെ ആരുണ്ട്? ഗാർഡ്സ് ഉണ്ട്, ഭടന്മാർ നിൽക്കുന്നുണ്ട്, കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയണത് വാട്ട് ഡു യു വാണ്ട്, എന്താണ് നിനക്ക് വേണ്ടത്? അവർ ചോദിച്ചു. അപ്പോൾ പറയാം, ഈ കോലത്തിൽ വന്ന കൊട്ടാരത്തിലേക്ക് കടത്തി വിടുമോ? ഇല്ല. ഐ വാണ്ട് ടു സീ ദ കിങ്, എനിക്ക് രാജാവിനെ കാണണം. അപ്പോൾ ഇങ്ങനെ ഒരു ഭ്രാന്തൻ വന്നു കഴിഞ്ഞാൽ ആ കൊട്ടാരത്തിലേക്ക് എന്തായാലും അവർ കടത്തി വരില്ല. അപ്പോൾ ഇയാൾ പറയുകയാണെന്ത്, എനിക്ക് രാജാവിനെ കാണണം. യു കാൺ സീ ദ കിങ്, ഗെറ്റ് അവേ വിത്ത് യു. അല്ലേ, കണ്ട ഭ്രാന്തന്മാർക്കൊക്കെ കയറി പോകാനുള്ള സ്ഥലമാണ് കോട്ട്. അല്ല, നിങ്ങൾക്ക് രാജാവിനെ കാണാൻ സാധിക്കില്ല, ദൂരെ പോ എന്നവർ പറയാണ്, ഭടന്മാർ പറയണം. ഗോപാൽ ബിഗാൻ ടു ഡാൻസ് ആൻഡ് സിംഗ് ലൗഡ്ലി. അപ്പോൾ അനുവദിക്കാതിരുന്നപ്പോൾ ഗോപാൽ അവിടെ നിന്നിട്ട് ഉറക്കെ പാടാനും അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഓക്കെ, ഗോപാൽ ഉറക്കെ പാട്ട് പാടാനും അതുപോലെ ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി അവിടെ നിന്നിട്ട്. ഇൻസൈഡ് ദ പാലസ്, ഇനി കാണിക്കുന്നത് കൊട്ടാരത്തിന് അകത്താണ് അല്ലേ. അവിടെ എന്താണ്? രാജാവിനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ശബ്ദങ്ങൾ വരികയാണ്, പുറത്തുനിന്നുള്ള ശബ്ദം രാജാവ് കേൾക്കുകയാണ്. ദ മാൻ ഈസ് ക്രേസി അല്ലേ, ഇയാൾ വളരെ ക്രേസി ആണല്ലോ, എന്താ ഇയാൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പാട്ടും പാടി നടക്കുക, എന്താ കോലം എന്നൊക്കെ പറയണേ. ത്രോ ഹിം ഔട്ട് അറ്റ് വൺസ്, അയാൾ പറയണത് പെട്ടെന്ന് അയാളെ ദൂരേക്ക് എറിയില്ല, ദൂരേക്ക് അകറ്റി നിർത്ത് എന്ന് പറയാണ്. ഐ വാണ്ട് ടു സീ ദ കിങ്, ലെറ്റ് മീ ഇൻ. അപ്പോൾ ഗോപാലിൻ്റെ ശബ്ദം കേൾക്കാൻ അയാൾ എന്നെ അകത്തേക്ക് കടത്തി വിടണം, എനിക്ക് രാജാവിനെ കാണാൻ ആഗ്രഹമുണ്ട്, രാജാവിനെ എനിക്ക് കാണണം, എന്നെ അകത്തേക്ക് വിടൂ എന്ന് അയാൾ പറയണം. എന്നാലോ ഗാർഡ്സ് ആണെങ്കിൽ അതിന് അനുവദിക്കുന്നില്ല. ദ മാൻ ഈസ് ക്രേസി, ത്രോ ഹിം ഔട്ട് അറ്റ് വൺസ് എന്നൊക്കെ അവരും പറയണം. അപ്പോൾ രാജാവ്, ബ്രിങ് ദാറ്റ് മാൻ ടു മീ അറ്റ് വൺസ്, അയാളെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത്. അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ എന്താ? സഡൻലി എന്നാണ് അല്ലേ. ബ്രിങ് ദാറ്റ് മാൻ ടു മീ, അദ്ദേഹത്തെ കൊണ്ടുവരൂ, അയാളെ കൊണ്ടുവരൂ, ആ മനുഷ്യനെ അകത്തേക്ക് കൊണ്ടുവരൂ പെട്ടെന്ന് തന്നെ എന്ന് രാജാവ് ആജ്ഞാപിച്ചു. യെസ് യുവർ മാജസ്റ്റി. അപ്പോൾ ഭടനെ പറയണം. അപ്പോൾ ഈ ഒരു സംസാരം, ഈ ശബ്ദങ്ങളൊക്കെ കോലാഹലങ്ങളൊക്കെ കേട്ടപ്പോൾ രാജാവ് ഇദ്ദേഹത്തെ കടത്തിവിടാൻ പറയണേ. രാജാവിന് മനസ്സിലായിട്ടില്ല ആരാണ് ഗോപാലാണെന്ന്, അവിടെയുള്ള ഗാർഡ്സിനും മനസ്സിലായിട്ടില്ല. ഗോപാൽ വാസ് ബ്രോട്ട് ബിഫോർ ദ കിങ്, അങ്ങനെ രാജാവിൻ്റെ മുന്നിൽ ഇയാളെ ഗോപാലിനെ ഹാജരാക്കി. ഇറ്റ് ഈസ് ഗോപാൽ. അവിടെ എത്തിയപ്പോഴാണ് കോർട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലായി അല്ലേ, കോർട്ടിയേഴ്സിനൊക്കെ മനസ്സിലായി എന്ത്, ഇറ്റ് ഈസ് ഗോപാൽ. ആരാണത്? ഗോപാലാണ്. അവരൊക്കെ കാണാം നിങ്ങൾക്ക് അല്ലേ, ഭടന്മാരെയും അതുപോലെ തന്നെ കോർട്ടിയേഴ്സിനെയും കിങ്ങിനെയൊക്കെ കാണാം. അപ്പോൾ അവർ കോർട്ടിയേഴ്സ് പരസ്പരം സംസാരിക്കാം. ദ മാൻ ഹാസ് ലോസ്റ്റ് ഹിസ് മൈൻഡ്, ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ക്രേസി ജോക്സ്. ഒരാൾ പറയണത് അദ്ദേഹത്തിൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു എന്നൊരാൾ പറയാം. അപ്പോൾ മറ്റൊരാൾ പറയണത് അങ്ങനെയൊന്നുമില്ല, ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇത് അദ്ദേഹത്തിൻ്റെ തമാശകളിലൊന്നാണ് അല്ലേ. സാധാരണ ഓരോ തമാശകൾ കാണിക്കുന്ന ആളായിരിക്കും അല്ലേ, അപ്പോൾ അതിലുള്ള ഒന്നാണ് എന്ന് ആണ് മറ്റുള്ളവർ പറയുന്നത്. അപ്പോൾ ഇവർ പരസ്പരം ഓരോന്ന് പറയാണ്. അങ്ങനെ രാജാവ് പറയണം, ഓൾ റൈറ്റ് ഗോപാൽ, ഔട്ട് വിത്ത് ഇറ്റ്, വൈ ആർ യു ഡ്രസ്ഡ് അപ്പ് ഇൻ ദിസ് റിഡിക്കുലസ് ഫാഷൻ. ഒക്കെ ശരി ഗോപാൽ, ഒക്കെ വിട്, ഇനി നിങ്ങൾ ബാക്കിയെല്ലാം വിട്, ഇനി പറ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വിചിത്രമായ ഫാഷനിൽ ഇങ്ങനെ ഈ ഒരു കോലത്തിൽ വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നിട്ടുള്ളത്? യുവർ മാജസ്റ്റി, യു സീം ടു ഹാവ് ഫോർഗോട്ടൺ സംതിങ്. അപ്പോൾ ഗോപാൽ പറയുകയാണെന്ത്, യുവർ മാജസ്റ്റി, തിരുമേനി രാജാവേ, നിങ്ങളൊരു കാര്യം മറന്നു പോയിട്ടുണ്ടല്ലോ, ഒരു കാര്യം നിങ്ങൾ മറന്നു പോയതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ രാജാവ് ആലോചിക്കുകയാണ്, ഫോർഗോട്ടൺ സംതിങ്, മറക്കേ, എന്ത് മറക്കാൻ, ഞാനൊന്നും മറന്നിട്ടില്ലല്ലോ എന്നുള്ളത് രാജാവ് ഇങ്ങനെ ചിന്തിച്ച് നോക്കുകയാണ്. Strangely enough, no one seems to be interested in Hilsa fish today. From the market to the palace and in the court, not a soul has spoken a word about Hilsa fish. എന്താ പറഞ്ഞത്? സ്ട്രേഞ്ച്ലി ഇനഫ് അല്ലേ, ഇത്രത്തോളം വിചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെയധികം വിചിത്രമായിരിക്കുന്നു. ഒരാൾ പോലും, നോ വൺ സീംസ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ഹിൽസ ഫിഷ് ടുഡേ. ഇന്ന് ഒരാൾക്ക് പോലും ഹിൽസ ഫിഷിൽ ഒരു താല്പര്യമില്ല. എവിടെ നിന്ന്? ഫ്രം ദ മാർക്കറ്റ് ടു ദ പാലസ്. ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇതുവരെ വന്നില്ലേ, ഇതുവരെ ഒരാൾക്ക് പോലും ഹിൽസ ഫിഷിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. പിന്നെയോ, ആൻഡ് ഇൻ ദ കോർട്ടിൽ പോലും, വഴിയിൽ മാത്രമല്ല കോർട്ടിൽ പോലും ഒരാൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല. നോട്ട് എ സോൾ ഹാസ് സ്പോക്കൺ എ വേർഡ് അബൌട്ട് ഹിൽസ ഫിഷ്. ഒരാൾ പോലും, ഒരു വ്യക്തി പോലും, അല്ലെങ്കിൽ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് ഉദ്ദേശിച്ചത് ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഒരക്ഷരം, ഒരു വേർഡ് മിണ്ടിയിട്ടില്ല, ഒരു വേർഡ് പോലും മിണ്ടിയിട്ടില്ല അബൌട്ട് ഹിൽസ ഫിഷിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ഓൺലി ദെൻ ഡിഡ് ദ കിങ് റിമെമ്പർ ദ ചാലഞ്ച് ഹി ഹാഡ് ത്രോൺ ടു ഗോപാൽ. അപ്പോഴാണ് കിങ്ങിന്
അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്ന ആ ചാലഞ്ചിനെ കുറിച്ച് ഓർമ്മ വന്നത് അല്ലേ. എന്തായിരുന്നു ചാലഞ്ച്? ഹിൽസ ഫിഷിനെ കോർട്ടിലേക്ക് കൊണ്ടുവരണം, പാലസിലേക്ക് കൊണ്ടുവരണം, ഒരാൾ പോലും അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വിചിത്ര രൂപത്തിൽ വന്നപ്പോൾ എല്ലാവരും ആരെയാണ് ശ്രദ്ധിച്ചത്? ഗോപാലിനെയാണ് ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഹിൽസ ഫിഷിനെ ഒരാൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് എല്ലാവരും ഹിൽസ ഫിഷിനെ കുറിച്ചുള്ള ചിന്തയിൽ പെട്ടെന്ന് വിചിത്രമായ ഒരു കാര്യം കണ്ടപ്പോൾ എല്ലാവരും ഹിൽസ ഫിഷിനെ മറന്നു. പകരം ആരെ ഓർത്തു? ആരെ നോക്കി, ആരെ ശ്രദ്ധിച്ചു? ഗോപാലിനെ മാത്രമല്ലേ. ഒരു മാഡ് മാൻ പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത ഒരാളാണ് അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും അതിലേക്കായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. ആരും ഇത് ശ്രദ്ധിച്ചില്ല. വെൽ ഗോപാൽ, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് അച്ചീവ്ഡ് ദ ഇമ്പോസിബിൾ വൺസ് അഗെയിൻ. അപ്പോൾ രാജാവിന് അപ്പോഴാണ് കാര്യം മനസ്സിലായില്ലേ. രാജാവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ് വെൽ ഗോപാൽ, കൺഗ്രാറ്റുലേഷൻ അല്ലേ. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. എന്നിട്ടോ പറയാണ് യു ഹാവ് അച്ചീവ്ഡ് ദ ഇമ്പോസിബിൾ വൺസ് അഗെയിൻ. നിങ്ങൾ ഒരിക്കൽ കൂടി എന്താണ് ആർക്കും സാധിക്കാത്തത് അല്ലെ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ചെയ്തു അല്ലെ. ഇങ്ങനെ ആർക്കും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഗോപാൽ. നമ്മൾ ബീർബലിനെയും തെനാലിരാമനെയൊക്കെ പോലെ വളരെയധികം ബുദ്ധിസാമർഥ്യമുള്ള ഒരാളാണ് ഗോപാൽ. അപ്പോൾ ഈ ഗോപാലിൻ്റെ കഴിവിലെ രാജാവിനെ എന്താണ് കൂടുതൽ മതിപ്പുളവാക്കാനുള്ള ഒരു സംഭവമായിട്ട് ഇത് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.